ഹുറൈറ റളിയല്ലാഹു തആല പറയുകയാണ്, നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ 99 നാമങ്ങളുണ്ട്. അവ മനപ്പാഠമാക്കിയാൽ അവൻ സ്വർഗാവകാശിയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊൻവരണ ചുണ്ടുകളിലൂടെ അടർന്നു വീണ അമൂല്യ മുത്താൽ എത്രയോ കാര്യങ്ങൾ നമ്മൾ മനപ്പാഠമാക്കി, എത്രയോ കാര്യങ്ങൾ ഞാനും നിങ്ങളും സംസാരിച്ചുകൊണ്ട് കടന്നു വന്നു. എന്നാൽ പരിശുദ്ധമായ പവിത്രമായ അസ്മാഉൽ ഹുസ്ന എന്ന മനപ്പാഠമാക്കിയാൽ എന്റെ പെങ്ങളെ, അല്ലാഹു നമുക്ക് തരുന്നത് അല്ലാഹുവിന്റെ സ്വർഗമാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ എപ്പോഴെന്നറിയുമോ, പരിശുദ്ധമായ റമളാനിന്റെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ അതേ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ ചൊല്ലുകയാണ്. കൂടെ ഉള്ള ഒരാൾ ചോദിച്ചു, അല്ല, എന്തേ പരിശുദ്ധമായ റമളാനിൽ ഒരിക്കലും കാണാത്ത പോലെ നിങ്ങൾ ഇങ്ങനെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നത്? ഒരിക്കലും കാണാത്ത പോലെ, ഒരിക്കലും ഇതുപോലെ നിങ്ങൾ നിന്ന് കണ്ടിട്ടില്ല. അത്രയും മനോഹരമായി നിങ്ങൾ എന്തേ ഈ ഒരു സമയത്ത് ഇങ്ങനെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നത്? അവിടെ നിന്ന് പറഞ്ഞ അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമളാനിൽ ഏതെങ്കിലും ഒരാൾ അസ്മാഉൽ ഹുസ്ന വന്ന് ചൊല്ലിയാൽ പടച്ച റബ്ബേ അവന്റെ പാപങ്ങൾ പൊറുക്കാ ദുആ ചെയ്യുന്നത് ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളാണ്. ഏതെങ്കിലും ഒരാള് റമളാനിൽ അസ്മാഉൽ ഹുസ്ന ദിവസത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ പല പല കാര്യങ്ങളും പല ആഗ്രഹങ്ങളും പല അഭിലാഷങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ അസ്മാഉൽ ഹുസ്ന ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അത് വലിയ പുണ്യമാണ്, അത് ജീവിതത്തിന് വല്ലാത്ത മെച്ചമാണ്. അതങ്ങനെ ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്നവരാരാണ്? അവർ വിജയിച്ചുവെന്നാണ്. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കോ. റമളാനിൽ എന്താണ് നീയത്ത് വെക്കേണ്ടത് എന്നറിയുമോ? അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന സമയത്ത് മനസ്സുകൊണ്ട് നീയത്ത് വെക്കണം, അല്ലാഹ് ഈ റമളാൻ 30 എനിക്ക് നോമ്പ് നോറ്റുകൊണ്ട് കടന്നു പോകാം, എനിക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, രോഗങ്ങൾ തരല്ലേ അല്ലാഹ്, സങ്കടങ്ങൾ തരല്ലേ അല്ലാഹ്, വിഷമങ്ങൾ തരല്ലേ അല്ലാഹ്. ഈ ഒരു നീയത്ത് മനസ്സിൽ കരുതിയിട്ട് അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ ഒരുങ്ങിക്കോ. ഇതിനേക്കാൾ പ്രതിഫലമുള്ള ഒന്നെന്താ നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ഇതിനേക്കാൾ ആനുകൂല്യമുള്ള ഒന്നെന്താ നമുക്ക് ലഭിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഖൽബും മനസ്സും കൊടുത്തിട്ട് അസ്മാഉൽ ഹുസ്ന നിങ്ങളൊന്ന് ചൊല്ലിയാൽ എന്റെ പ്രിയമുള്ളവരെ, അത് ജീവിതത്തിൽ ഏറ്റവും നല്ല സൗഭാഗ്യമാണ്, ഏറ്റവും നല്ല സന്തോഷമാണ്, ഏറ്റവും നല്ല ആഹ്ലാദമാണ്. അതുകൊണ്ട് മനസ്സിന്റെ ആഗ്രഹങ്ങൾ ഏതാണോ ആ ആഗ്രഹങ്ങൾ മുഴുവനും നീയത്ത് വെച്ചോ. അല്ലാഹുവിന്റെ 99 ഇസ്മുകള് മനസ്സില്ല, മനസ്സോട് അല്ല, മനസ്സോടെ ചൊല്ലിക്കോ. അതിനല്ലാഹു നിങ്ങൾ പോലും അറിയാതെ പ്രതിഫലം തരുന്നതാണ്. റമളാനിലാകുമ്പോ അത്രയും പോരിശയും അത്രയും പവറും അത്രയും സന്തോഷവും അല്ലാഹു നമുക്ക് തരും. അത് വേണ്ടുന്ന കോലത്തിൽ നമ്മൾ ചെയ്യണമെന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരണം. അപ്പോഴാ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. ആ സമയമാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്. ഇത് ചില്ലറല്ല. അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ഏതൊരു കാര്യം ചോദിക്ക്, അത് അല്ലാഹു തരും. അപ്പൊ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് റമളാനിൽ നമ്മൾ നല്ല മനസ്സോടെ അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. രണ്ടാമത്തതോ ഇനി നിങ്ങൾ അവിടെ നിന്ന് പഠിച്ചുകൊള്ളണം. രണ്ടാമത്തെ ദിക്ർ ഏതെന്നറിയുമോ? ഈ ദിക്ർ ചൊല്ലിയാൽ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ ആവുന്നതാണ്. നോമ്പ് തുറന്നതിന് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്റുണ്ടല്ലോ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം അറിയുമോ? ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കടന്നു വരുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് അവിടെ നിന്ന് പാപങ്ങളില്ല, തെറ്റുകളില്ല, തിന്മകളില്ല. അങ്ങനെയാണ് കടന്നു വരുന്നത്. അതിനാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വരുന്ന കുട്ടിയെ ഓമിക്കുന്നത്. തെറ്റുകൾ
ചെയ്യാത്തവനാണ്, പാപങ്ങൾ ചെയ്യാത്തവനാണ്. യാ അലീമോ യാ അലീം. പേനയും പേപ്പറും ഉള്ളവർ എഴുതിയെടുക്കുക, ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. യാ അലീമോ യാ അലീം അന്ത ഇലാഹി ലാ ഇലാഹ ഗൈറുക ഇഗ്ഫിർ ലിദ്ദംബ. അല്ലാഹുവിനോട് നല്ല മനസ്സോടുകൂടിയാണ് ചോദിക്കുന്നത്, അല്ലാഹുവിനോട് നല്ല നീയത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ഇഗ്ഫിർലി അദ്ദംബ അൽ അളീമോ ഫഇന്നഹു ലാ യഗ്ഫിറു അദ്ദംബൽ അളീമോ ഇല്ലൽ അളീം. യാ അളീമോ. എല്ലാവരും ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് പേനയും പേപ്പറും എടുക്ക്. എല്ലാ ദിവസവും നോമ്പ് മുറിച്ചാൽ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്തട്ടിൽ നിന്ന് വരുന്ന ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു മുഴുവനും പൊറുക്കുമെന്ന എപ്പോഴാണ് ചൊല്ലേണ്ടുന്നത്? നോമ്പ് വിടന്ന് തുറന്ന പാടയാണ്. എഴുതിയെടുത്താൽ കണ്ടു ചൊല്ലിയാലും അത് എഴുതിക്കോ. യാ അലീമോ യാ അലീം. രണ്ട് വട്ടം എല്ലാവരും എഴുതണം. ഇല്ലെങ്കിൽ മൊബൈൽ വേറെ മൊബൈൽ ഉള്ളവർ ഞാൻ ഈ പറയുന്നത് റെക്കോർഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് എഴുതിയെടുക്കുക. യാ അലീമോ യാ അലീം അന്ത ഇലാഹി. ഞാൻ ഇങ്ങനെ പതുക്കെ പറയുന്നത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയാണ്. അന്ത ഇലാഹി ലാ ഇലാഹ ഗൈറുക. ഒന്നും കൂടെ പറയാം. യാ അലീമോ യാ അലീം അന്ത ഇലാഹി ലാ ഇലാഹ ഗൈറുക ഇഗ്ഫിർലി ഇഗ്ഫിർലി അദ്ദംബ. നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ അദ്ദംബ എന്ന് വായിക്കൂല, ഇഗ്ഫിർലി ദംബ എന്ന് വായിക്കും. ഒറ്റയായി വായിക്കുമ്പോ ഇഗ്ഫിർലി അദ്ദംബ. ആ ലീന്ന് നീട്ടണം. എന്റെ അർത്ഥം വരണമെങ്കിൽ ഇഗ്ഫിർലി അദ്ദംബ. കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ ഇഗ്ഫിർലി ദംബ എന്ന് വായിക്കാം. ഇഗ്ഫിർലി ദംബൽ അളീമോ ഇഗ്ഫിർലി ദംബൽ അളീമോ ഫഇന്നഹു ലാ യഗ്ഫിറു അദ്ദംബൽ അളീമോ ഇല്ലൽ അളീം. നോമ്പ് തുറന്ന പാട് ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അത് വല്ലാത്ത പ്രതിഫലമാണ്. അല്ലാഹുവിലേക്ക് ചോദിക്കുകയാണ്, പടച്ചവനേ യാ അലീം യാ അലീം. അല്ലാഹുവേ അന്ത ഇലാഹി, നീ എന്റെ പടച്ചവനാണ് റബ്ബേ. ലാ ഇലാഹ ഗൈറുക, നീയല്ലാത്തവരിലാഹില്ല. ഇഗ്ഫിർലി, നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ റബ്ബേ. അദ്ദംബ, പാപങ്ങളെ മുഴുവനും. അൽ അലീമോ, ഒരുപാട് വലിയ വലിയ തെറ്റുകൾ ഞാൻ ചെയ്തു പോയി. അതുകൊണ്ട് അല്ലാഹ് ഏത് വലിയ തെറ്റാണെങ്കിലും, ഏത് വലിയ കുറ്റമാണെങ്കിലും, ഏത് വലിയ തിന്മയാണെങ്കിലും പടച്ചവനെ നീ അതിനെല്ലാം മാപ്പ് തരണേ അല്ലാഹ്. ഫഇന്നഹു, നിശ്ചയമായിട്ടും അല്ലാഹുവേ നീ ലാ യഗ്ഫിറു ദംബൽ അലീമോ. എത്ര വലിയ തെറ്റാണെങ്കിലും, എത്ര വലിയ കുറ്റമാണെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ നിനക്ക് കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് പറയുകയാണ്, നമ്മൾ അവിടെ നിന്ന് നോമ്പ് തുറന്ന പാടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വർത്തമാനം പറയുന്നു. ആ വർത്തമാനം പറയുന്നതിന്റെ കൂട്ടത്തില് ഒരു പ്രാവശ്യം ഈ ദിക്ർ ഒന്ന് ചൊല്ലണം. അല്ലാഹുവിനോട് നല്ല നീയത്തോട് നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലുകയാണോ അവൻ വിജയിച്ചുവെന്നാണ്. ഇനി എവിടെന്നറിയുമോ? അല്ലാഹുവേ
പരിശുദ്ധമായ റമളാനിൽ ഒരു ദിക്ർ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചൊല്ലിയാൽ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ഒന്നല്ല, രണ്ടല്ല, ഒരു ഹജ്ജല്ല, 2 ഹജ്ജല്ല. ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ, ഒന്ന് അത്താഴം കഴിച്ച പാടെ, രണ്ടവിടം നോമ്പ് തുറന്നിട്ട് ഇശാ നിസ്കാരത്തിന് മുമ്പായിട്ട് ഈ പറയുന്ന ദിക്ർ ഒരാളൊന്ന് 100 തവണ ചൊല്ലിയാൽ, അല്ലാഹുവേ അങ്ങനെ രാവിലെയും പകലുമാണ് ചൊല്ലുന്നതെങ്കിൽ 100 ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു തരും. അല്ലാഹ് ഏതാണ് ദിക്റെന്നറിയുമോ? ആ ദിക്ർ പറയുമ്പോ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഈ ദിക്റിന് ഇത്രയും മഹാത്മ്യമുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഈ ദിക്റിന് ഇത്രയും മഹത്വം ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. സാധാരണ നമ്മൾ അതിപ്പോ സുബ്ഹാനല്ലാഹ് അല്ല, അത് അങ്ങനെ പൊക്കോട്ടെ എന്നാണ്. എന്നാൽ ഈ സുബ്ഹാനല്ലാഹ് റമളാനിലെ 100 തവണ രാവും പകലൊന്ന് ചൊല്ല്. 100 ഹജ്ജിന്റെ പ്രതിഫലം. 100 ഹജ്ജിന്റെ പ്രതിഫലം. എന്തിനാ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് കളയണത്? നേടിയെടുക്കണം, ചൊല്ലാൻ മനസ്സ് കാണിക്കണം. ഉമ്മ സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ചൊല്ലിയാല് വളരെ പെട്ടെന്ന് അതങ്ങോട്ട് കഴിയില്ലേ? ഓരോ ദിവസവും നന്മകള് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. 100 ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരും. അതെന്തിനാ നമ്മൾ വേണ്ടെന്ന് വെക്കുക? എന്തിനാ അത് വേണ്ടാന്ന് നോക്കുക? അതുകൊണ്ടാണ് നല്ല മനസ്സോടെ നല്ല നീയത്തോട് കൂടിയിട്ട് ചൊല്ലണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പഠിച്ച അദ്കാറുകൾ മുഴുവനും നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന അൽഹംദുലില്ലാഹ്, അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്, അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അല്ലാഹുവേ അറിവിന്റെ കലവറയാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലാൻ നിങ്ങൾ മറക്കല്ലേ. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതിന്റെ ബാക്കി ഒരു ഭാഗം കൂടെ സൂചിപ്പിക്കാനുണ്ട്. അതേതെന്നറിയുമോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരമുള്ള ഒരു സമയത്തെ പറ്റി പറഞ്ഞു. ആ സമയം എപ്പോഴാ? അത് നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള 5 മിനിറ്റ് സമയമാണ്. ഇന്നലെ എന്റെ പ്രഭാഷണം കേട്ടവര് അത് മാറ്റിവെച്ചിട്ടുണ്ടാകും, ദുആ ചെയ്തിട്ടുണ്ടാകും, അല്ലാഹുവിനോട് കരഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ചെയ്താൽ നിങ്ങളാണ് ഭാഗ്യമുള്ളവര്, നിങ്ങളാണ് സൗഭാഗ്യമുള്ളവര്, നിങ്ങളാണ് സന്തോഷമുള്ളവര്, നിങ്ങളാണ് പടച്ചവന്റെ മുമ്പിൽ വിജയിക്കുന്നവര്. അവിടെ നിന്നറിയുമോ? ബഹുമാനപ്പെട്ട ഷാഹുദിയാർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ കരയുകയാണ്. ഒരാൾ അദ്ദേഹത്തിന് നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിലേക്കൊന്ന് കടന്നു വന്നു. അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കരയുകയാണ്. അല്ലാഹുവേ, ജീവിതത്തിൽ എത്ര പ്രയാസമുണ്ട് റബ്ബേ, എത്ര സങ്കടമുണ്ട് റബ്ബേ, എത്ര ദുഃഖമുണ്ടല്ലാ. എനിക്ക് മക്കളില്ലല്ലോ, എത്രയോ മാസങ്ങളായി, എത്രയോ വർഷങ്ങളായി ഇവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ദുആ ചെയ്യുകയാണ്. ഇരുന്ന് കലങ്ങുകയാണ്, കണ്ണുനീരോടെ ദുആ ചെയ്യുകയാണ്. യാ അല്ലാഹ്. കൂടെ ഉള്ളവര് ചോദിച്ചെന്തേ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് മക്കളില്ല, ഒരുപാട് കൊല്ലങ്ങളായി. ദാറുസ്സലാമിന്റെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ, സഹോദരിമാര് ദുആ ചെയ്യാൻ പറഞ്ഞു. അതിൽ 11ഓളം ആളുകൾക്ക് മാഷാ അല്ലാഹ് ഈ മജ്ലിസിന്റെ ദുആയുടെ ബറക്കത്ത് കൊണ്ട്, ഇതിലുള്ള സ്വാലിഹീങ്ങളായ ആളുകളുടെ ബറക്കത്ത് കൊണ്ട്, സ്വാലിഹത്തുക്കളായ ഉമ്മമാരുടെ ബറക്കത്ത് കൊണ്ട്, ആമീന്റെ പവർ കൊണ്ട് അല്ലാഹു മക്കളെ കൊടുത്തല്ലോ. എനിക്കൊരു പവറുമില്ല, എന്നെക്കാല് പവർ നിങ്ങൾക്കാണ്, എന്നെക്കാല് പവർ നിങ്ങൾക്കാണ്, എന്നെക്കാല് സന്തോഷം നിങ്ങൾക്കാണ്. നിങ്ങൾ ഇഖ്ലാസോടെ, ഈമാനോടെ, നല്ല മനസ്സോടെ നിങ്ങൾ ഇരുന്നു കൊണ്ട് ആമീൻ പറയുന്നുണ്ടല്ലോ. ആ വരാമീന്റെ പ്രതിഫലമാണ് ഇത്രയും
ഇത്രയും ആളുകൾക്ക് അല്ലാഹു മക്കളെ കൊടുത്തത്. പിന്നെയോ ഇനി അൽഹംദുലില്ലാ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞ മക്കളില്ല എന്ന് പറഞ്ഞവരിൽ ഇനി 4 പേരും കൂടെയാണ് ബാക്കിയുള്ള എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്നാൽ അവർ പഠിച്ചോ, പരിശുദ്ധമായ റമളാനിന്റെ മഗ്‌രിബിന്റെ തൊട്ട് മുമ്പുള്ള സമയമെല്ലാ ജോലിയും ഒതുക്കന്റെ പെങ്ങളെ, എല്ലാം മാറ്റിവെക്കന്റെ ചെറുപ്പക്കാരാ. മക്കളില്ലാന്ന് പറയുന്നവരുണ്ട്, സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്, വിഷമത്തിൽ കഴിയുന്നവരുണ്ട്, ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്. എന്നാൽ ആ ഒരു സമയം മാറ്റിവെച്ച് 5 മിനിറ്റ് ഒന്ന് കരയാൻ നോക്ക്. ഇദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു, മോനെ നിന്റെ സങ്കടങ്ങൾക്കൊരു പരിഹാരം അല്ലാഹു തരും. ആ പരിഹാരം എവിടെ നിന്നറിയുമോ? മോനെ നീ എവിടെന്ന് പരിശുദ്ധമായ റമളാനുണ്ടല്ലോ, ആ റമളാനില് നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് നീ ഒന്ന് ഉളവെടുത്തിരിക്കുമോ? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുമോ? അങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നല്ല മനസ്സോടെ നിന്റെ റബ്ബിലേക്ക് 2 കരങ്ങൾ ഉയർത്തിയിട്ട് നീ എന്ന് ദുആരക്കുമോ? അല്ലാഹു നിനക്ക് സ്വാലിഹീങ്ങളായ കണ്ണിന് കുളിർമയുള്ള മക്കളെ അല്ലാഹു നിനക്ക് തരുമെന്ന് പറയുമ്പോ ഇദ്ദേഹം അവിടെ നിന്ന് നോമ്പ് തുറക്കാൻ വിളിച്ച ആളിന്റെ വീട്ടിൽ വന്നു. എല്ലാവരും ഭക്ഷണത്തിന്റെ തളികയിലാണ്, ഭക്ഷണം എടുത്ത് മാറ്റിവെക്കുകയാണ്. അതാ സമയത്ത് ഒരാൾ മാത്രം 2 കരങ്ങൾ പടച്ച റബ്ബിലേക്ക് അങ്ങ് ഉയർത്തുകയാണ്, അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അങ്ങ് ഉയർത്തുകയാണ്. ഇരുന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുള്ളവനാ. എത്രയോ ആളുകൾ കൊച്ചുമക്കളുടെ കരങ്ങൾ കവർന്നു പിടിച്ചിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമക്കളുമായി പള്ളിയിൽ പോകുന്നവരാണ്, വഴിയോരത്തോടെ സഞ്ചരിക്കുന്നവരാണ്. പക്ഷെ എനിക്ക് അല്ലാഹു മക്കളെ തന്നിട്ടില്ല. ഇത് റമളാനാ. റമളാൻ ഒരുപാട് പവറുണ്ടല്ലോ, റമളാനിക്ക് ഒരുപാട് ശ്രേഷ്ഠതയുണ്ടല്ലോ. അതുകൊണ്ട് ഈ റമളാനിന്റെ ശ്രേഷ്ഠതയുടെ ബറക്കത്ത് കൊണ്ട്, പവർ കൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നീ എനിക്ക് സ്വാലിഹീങ്ങളായ അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ നല്ല നീയത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുകയാണ്. എന്റെ സഹോദരങ്ങളെ, എല്ലാ ദിവസവും ഇതുപോലെ ദാറുസ്സലാമിന്റെ മജ്‌ലിസിൽ 2:30 ആകുമ്പോ ഒരുമിച്ച് കൂടുന്ന പെങ്ങളെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് ഈ ഒരു ദുആയുടെ സമയം മറക്കല്ലേ. ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ഉണ്ടാകാം, ഒരുപാട് ചാനലുകളുണ്ട്. അതേ സമയത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി അല്ലാഹുവേ ആ ഒരു സമയത്ത് ഒരുമിച്ച് കൂടി എല്ലാവർക്കും ദുആ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഓൺലൈനിൽ ഇനി ഷമീർ ദാരിമിയാണെങ്കിൽ പോലും ആ സമയത്ത് നിങ്ങൾ ഓൺലൈനിൽ കുത്തിയിരിക്കരുത്. ഇനി ഞാനാണ് ദുആ ചെയ്യാൻ വരുന്നതെങ്കിൽ പോലും അല്ലാഹുവേ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചോദിക്കാനുള്ള ഒരു സമയമാണ്. ആ ഒരു 5 മിനിറ്റ് സമയം നിങ്ങളുടെ മനസ്സറിഞ്ഞ് കണ്ണു നിറഞ്ഞ് ഖൽബ് പൊട്ടിയിട്ട് ഏക ഇലാഹായ തമ്പുരാനിലേക്കൊന്ന് കരഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവിടെയാണ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നത്. ചിലപ്പോ ഒരുപാട് നമ്മളെല്ലാവരും ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ ദീന് പറയുന്നവരാണ്, സമ്മതിച്ചു ദുആ ചെയ്യുന്നവരാണ്. ഈ ഒരു സമയം നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങൾ തന്നെ ദുആരക്കണം, അല്ലേ? കൂട്ടം കൂടി ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. വീട്ടിന്റെ ഉള്ളിൽ ഉമ്മ ദുആ ചെയ്തു, മക്കൾ ആമീൻ പറഞ്ഞു, കുഴപ്പമില്ല. നമ്മള് ഇവിടെ ഇരുന്നിട്ട് ഓൺലൈനിലൂടെ നമ്മളിപ്പോ ചെയ്തു, നിങ്ങൾ അവിടെ ഇങ്ങനെ കൈ പിടിച്ചിരുന്ന ആമീൻ പറയുന്നു, വിഷയമൊന്നുമില്ല. നിങ്ങളുടെ ഖൽബിന്റെ ഈമാൻ അനുസരിച്ചിരിക്കും നിങ്ങളുടെ ആ ദുആയുടെ ഉത്തരം കിട്ടുക. എന്നാൽ ഞാൻ പറയാണ്, ഇനിയിപ്പോ ഞാനാണ് ആ ഒരു സമയത്ത് വരുന്നെങ്കിൽ പോലും ഞാൻ ആരെയും വിളിക്കൂല ആ സമയത്ത്. കാരണം അറിയോ, ആ ഒരു സമയം അത് നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്, നിങ്ങൾക്ക് കരയാനുള്ളതാണ്, നിങ്ങളുടെ മനസ്സ് റബ്ബിലേക്ക് വെക്കാനുള്ളതാണ്. ആ ഒരു ഖൽബ് നിങ്ങളുടെ അല്ലാഹുവിലേക്ക് നിങ്ങളൊന്ന് കൊടുത്താൽ അൽഹംദുലില്ലാഹ് അതുപോലെ ഭാഗ്യമുള്ള ഒന്ന് നിങ്ങൾക്ക് ദുനിയാവിന്റെ പുറത്തു ലഭിക്കാനില്ല. അതുപോലെ ഭാഗ്യമുള്ള ഒന്നും പിന്നെ നിങ്ങൾക്ക് ലഭിക്കാനേ ഇല്ല. റമളാനിൽ അല്ലാഹു നമുക്ക് തരുന്ന ആ ഒരു പുണ്യത്തെ കളയരുത്. രോഗമുള്ളവർ, സങ്കടമുള്ളവർ, വിഷമുള്ളവർ, അങ്ങനെ പല പല രോഗത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്.
അവർക്കൊക്കെ ഒരു പരിഹാരമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ ഈ ഉള്ളൊരു ദുആയും ഈ ഉള്ളൊരു സമയവും. അത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്ക് നന്മയിലൂടെ നമുക്ക് കടന്നു വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത്, അല്ലാഹുവേ എന്റെ മനസ്സ് വേദനയാണ്, എന്റെ മനസ്സ് ദുഃഖമാണ്, എനിക്ക് സ്വാലിഹായ ഒരു കുഞ്ഞിനെ തരണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ അല്ലാഹുവിലേക്കൊന്ന് ദുആരന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് 2 മക്കളെ അല്ലാഹു കൊടുത്തു. അല്ലാഹു 2 മക്കളെ അല്ലാഹു തആല അദ്ദേഹത്തിന് അങ്ങ് കൊടുത്തു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു സന്തോഷം കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇതെന്റെ റമളാനാണ്, ഇതെന്റെ സന്തോഷമാണ്, ഇതെന്റെ ആനന്ദമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്തൊരുപാട് സൗഭാഗ്യം അല്ലാഹു തന്നിട്ടുണ്ട്. റമളാനിൽ ഒരുപാട് പോരിശകൾ തന്നു. ആ സമയത്ത് അല്ലാഹു ദുആക്ക് ഉത്തരം സ്വീകരിക്കുമെന്ന് വല്ലാത്തൊരത്ഭുതമാണ്. ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം നിങ്ങൾ അവിടെ നിന്ന് നല്ലതുപോലെ അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുആ ചെയ്താൽ അത് വലിയൊരു പുണ്യം തന്നെയാണ്, അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നിങ്ങൾ കടന്നു വന്നുകൊണ്ട് ദുആ ചെയ്തോ. അള്ളാഹു അതിന്റെ പ്രതിഫലം തരും, അള്ളാഹു അതിന്റെ സന്തോഷം തരും, അള്ളാഹു അതിന്റെ ആനന്ദം തരും. അതുകൊണ്ടാണ് അവിടെ നിന്ന് ദുആ ചെയ്യണേ. നിങ്ങളുടെ ദുആയിൽ ഈ സാധുവായ എന്നെ കൂടെ ഉൾപ്പെടുത്തണേ. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ എന്നെ കൂടെ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെയും ആ ദുആയിൽ ഉൾപ്പെടുത്തും. നിങ്ങൾ എനിക്ക് വേണ്ടിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും മനസ്സറിഞ്ഞിട്ട് അള്ളാഹിനോട് പറയും. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. ആ സമയമാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്. അള്ളാഹു നമ്മളെ മുഴുവനും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗത്തിന്റെ ആനുകൂല്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്റെ സഹോദരങ്ങളെ, ഈ റമളാൻ നമ്മൾ നഷ്ടപ്പെടുത്തരുത്, റമളാനിന്റെ പോരിശ നമ്മൾ കളയരുത്. അപ്പൊ അതുകൊണ്ട് നല്ല നിയത്തോടെ നല്ല മനസ്സോടുകൂടി എല്ലാവരും ചൊല്ലണേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എല്ലാവരും ചൊല്ല്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചോനെ, സാധുക്കളാണ് റബ്ബേ, പാപികളാണ് തമ്പുരാനെ. ഞങ്ങൾ ചെയ്തു പോയ സകലമാന തെറ്റുകളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവുകൊണ്ട് കാലുകൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ റബ്ബേ. നീ മാപ്പ് തരണേ അല്ലാ, നീ മാപ്പ് തരണേ അല്ലാ, നീ മാപ്പ് തരണേ അല്ലാഹുവേ. പടച്ചവനെ, ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളുടെ പൊന്നുമക്കളെ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളുടെ സഹോദരങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ. സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. അപലാദികളും വേവലാദികളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ.
അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വഴികളിൽ ഉല്ലസിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. അംഗവൈകല്യമുള്ള മക്കളെ കൊടുക്കല്ല അല്ലാ. പടച്ചവനെ തന്റെ ഭർത്താവിന് വല്ലാത്ത രോഗമാണ്, ഇറങ്ങി ഓടുന്ന സ്വഭാവം കണക്കുള്ള രോഗമുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാ പടച്ച റബ്ബേ എന്താണെങ്കിലും നീ മാറ്റണേ അല്ലാ. എന്ത് സങ്കടമാണെങ്കിലും നീ മാറ്റണേ അല്ലാ. പടച്ച കുടുംബത്തിൽ പലരും വിട പറഞ്ഞ ഖബറിലുണ്ട് പടച്ചവനെ. അല്ലാഹുവേ അവരുടെ ഖബറിടങ്ങൾ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ. സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ. അല്ലാഹുവേ ആരൊക്കെയാണ് നമ്മുടെ ഈ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് റബ്ബേ, അതൊക്കെ ഞാൻ കാണുന്നുണ്ട്, നീയും കാണുന്നുണ്ടല്ലോ പടച്ചവനെ. അല്ലാ അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലാ. അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലാ. അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ الله. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.